നമസ്കാരം. കറണ്ട് അഫയേഴ്സ് 365യുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 2015 സെൻട്രൽ ഗവൺമെൻറ് കുറച്ച് സ്കീമുകളെ കുറിച്ചാണ്. ഒരു സ്കീം പഠിക്കുമ്പോൾ എപ്പോഴും നമ്മൾ നോക്കേണ്ടത് ഒന്ന് ഏത് വർഷമാണ്, ഏത് മിനിസ്ട്രിയാണ്, പിന്നെ എന്താണ് അതിൻ്റെ പർപ്പസ്. ഇത് മൂന്നും നമ്മൾ നിർബന്ധമായിട്ട് നോക്കണം. ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ഹൃദയ് എന്ന് പറയുന്ന പദ്ധതിയാണ്. ഈ ഹൃദയ് എന്ന് പറയുന്ന പദ്ധതിൻ്റെ മെയിൻ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെറിറ്റേജ് സിറ്റി ഡെവലപ്മെൻറ്റ് ആൻഡ് ഓഗ്മെൻറ്റേഷൻ യോജന. ഇത് ഏത് മിനിസ്ട്രീൻ്റെ ഭാഗത്താണെന്ന് ചോദിച്ചാൽ ടൂറിസം വകുപ്പാണെന്ന് നോക്കാം. ഇനി ഇത് എന്നാ കൊണ്ടുവന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 21 ജനുവരി 2015. ഇത് 31 മാർച്ച് 2019 കാലാവധി തീരുകയും ചെയ്തു. ഇനി ഇതിൻ്റെ ടാഗ് ലൈൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെജുവിനേറ്റിംഗ് ദ സോൾ ഓഫ് അർബൻ ഇന്ത്യ. ഇനി ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പൈതൃക സൈറ്റ്, ഹെറിറ്റേജ് സൈറ്റ് ഉണ്ടെങ്കിൽ അതിനെ സംരക്ഷിക്കുക, അതുപോലെ തന്നെ അതിനെ ലാഭകരമാക്കുക, പ്രോഫിറ്റബിൾ ആക്കുക. മാത്രമല്ല ഈ വാട്ടർ സപ്ലൈ, സാനിറ്റേഷൻ, ഡ്രെയിനേജ്, വാട്ടർ മാനേജ്മെൻറ്റ്, പിന്നെ ഇലക്ട്രിക് സിറ്റി, സ്ട്രീറ്റ് ലൈറ്റ് ഇതുപോലെയുള്ളതിൻ്റെ വികസനം കൂടി ഇതിൻ്റെ ഒപ്പം ലക്ഷ്യം വെക്കുന്നുണ്ടെന്ന് നോക്കാം. അടുത്താണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. ഇത് 2015 ജനുവരി 22-നാണ് ഇത് ഈ സ്കീം കൊണ്ടുവന്ന് നോക്കുക. ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വനിതാ, അതായത് ചെറിയ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം, അതുപോലെ തന്നെ അവരുടെ എംപവർമെൻറ്റ്, പിന്നെ അവർക്കെതിരെയുള്ള ചൂഷണം പോലെയുള്ള തടയാൻ വേണ്ടിയിട്ട്. ഏത് മിനിസ്ട്രിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് മിനിസ്ട്രി. കൂട്ടത്തിൽ ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സും ഉണ്ട്, പ്ലസ് എഡ്യൂക്കേഷൻ മിനിസ്ട്രിയും കൂടി ഉണ്ട് നോക്കുക. പ്രധാനപ്പെട്ട ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻ്റ് ആണ്. ഇതിനു വേണ്ടിയിട്ട് ഒരു 100 കോടി രൂപ കേന്ദ്ര സർക്കാർ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്ലോഗൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സേവ് ദ ഗേൾ ചൈൽഡ്, എഡ്യൂക്കേറ്റ് ദ ഗേൾ ചൈൽഡ് എന്നാണ് കൂടി നോക്കുക. അടുത്ത സ്കീമാണ് PM മുദ്ര യോജന. എല്ലാവരും കേട്ട് കാണും. ഏപ്രിൽ 8, 2015 ഇത് കൊണ്ടുവന്നത്. ഇനി ഈ മുദ്രേൻ്റെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസി ലിമിറ്റഡ്. ഇത് ഫിനാൻസ് വകുപ്പാണ് ഇത് കൊണ്ടുവന്നത് നോക്കുക. ഇത് വേറൊന്നുമല്ല, നമ്മുടെ ലോൺ കൊടുക്കുന്ന പോലെ തന്നെയാണ്. 50,000 മുതൽ 10 ലക്ഷം വരെയുള്ള ലോൺ കൊടുക്കുക. 3 തരത്തിലാണ് ഇതിൻ്റെ ലോൺ കൊടുക്കുന്നത്. ഒന്ന് ശിശു. ശിശു എന്ന് പറയുന്നത് 50,000 വരെയുള്ള എമൗണ്ടാണ് ശിശുവിൽ വരുന്നത്. രണ്ടാമത്തെ സ്കീം എന്ന് പറയുന്ന കിഷോർ തന്നെയാണ്. അത് 50,000 മുതൽ 5 ലക്ഷം വരെയുള്ള എമൗണ്ടാണ് ഈ കിഷോറിൽ കൊടുക്കുന്നത്. പിന്നെ മൂന്നാമത്താണ് തരുൺ. അത് 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെയുള്ള ലോണ് ഈ തരുൺ സ്കീമിലും പെടുന്നുണ്ട് നോക്കുക. ഇത് കൊടുക്കുന്ന സ്ഥാപനങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ഒന്ന് കമേഴ്ഷ്യൽ ബാങ്ക് ഉണ്ട്, RRB ഉണ്ട്, അതേപോലെ തന്നെ NBFC മ്യൂച്വൽ ഫണ്ട് പോലുള്ള സ്ഥാപനങ്ങളാണ് ഈ മുദ്ര യോജന പ്രകാരമുള്ള ലോണും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അടുത്താണ് ഉജ്ജ്വല സ്കീം. ഇത് വേറൊന്നുമല്ല, നമ്മുടെ ഈ LED ബൾബ് ഉപയോഗം കൂട്ടുക, അതോടൊപ്പം ഈ ഇലക്ട്രിസിറ്റീൻ്റെ കൺസപ്ഷൻ കുറയ്ക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഉജ്ജ്വല സ്കീം കൊണ്ടുവന്നത് നോക്കുക. ഇത് മെയ് 1 കൊണ്ടുവന്ന് നോക്കുക. ഇനി ഇതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചാൽ ഉന്നത് ജ്യോതി ബൈ അഫോർഡബിൾ LED ഫോർ ഓൾ. ഇത് പവർ മിനിസ്ട്രിയാണ് കൊണ്ടുവന്നതും കൂടി നോക്കുക. അടുത്താണ് അടൽ പെൻഷൻ യോജന. ഇത് മെയ് 9 കൊണ്ടുവന്നത്. മെയ് 9, 2015 കൽക്കട്ടയിലാണ് കൊണ്ടുവന്നത്. ഇതൊരു പെൻഷൻ സ്കീമാണ്. മന്ത്ലി പെൻഷൻ സ്കീം. 18 മുതൽ 40 വയസ്സുള്ളവർക്ക് ഇത് ജോയിൻ ചെയ്യാം. ഈ അടൽ പെൻഷൻ യോജനയിൽ അവർക്കൊരു 60 വയസ്സ് അറ്റൈൻ ചെയ്യുമ്പോൾ അവർക്ക് 1000 മുതൽ 5000 വരെയുള്ള പെൻഷൻ മന്ത്ലി കൊടുക്കുന്നതാണ് ഈ സ്കീം. മെയിൻലി ഇത് ഫോക്കസ് ചെയ്യുന്ന അൺഓർഗനൈസ്ഡ് സെക്ടറിലുള്ള ആൾക്കാർക്കാണ് കൂടി നോക്കണം. ഈ സ്കീം കൊണ്ടുവന്നിരിക്കുന്ന ഫിനാൻസ് വകുപ്പാണ്. ഇതിൻ്റെ ഒരു പഴയ പേര് ഏതാണെന്ന് ചോദിച്ചാൽ സ്വാവലംബൻ യോജന. ഇത് പഴയ UPA സർക്കാർ കൊണ്ടുവന്ന സ്കീമാണ് സ്വാവലംബൻ യോജന. അതിൻ്റെ പേര് മാറ്റി പുതിയ സ്കീം ഇറക്കിയതാണ്. അതാണ് അടൽ പെൻഷൻ യോജന. ഇനി ഇതിൻ്റെ ടോൾ ഫ്രീ നമ്പർ എത്രയാണെന്ന് ചോദിച്ചാൽ 1800 110069. ഈ നമ്പർ കൂടി ഒന്ന് ഓർത്തിരിക്കുക. അടുത്താണ് പ്രൈം മിനിസ്റ്റർ ജീവൻ ജ്യോതി ബീമ യോജന. ഇതും മെയ് 9 കൊണ്ടുവന്നത് നോക്കുക. മെയ് 9 കൊണ്ടുവന്നത്. ഇതൊരു ലൈഫ് ഇൻഷുറൻസ് പദ്ധതിയാണ്. 18 മുതൽ 50 വയസ്സ് വരെയുള്ളവർക്ക് ഏതെങ്കിലും തരത്തിൽ ഈ സ്കീം പ്രകാരം എടുത്തിട്ടുള്ളവർക്ക് ഒരു ആക്സിഡൻറ്റിൽ സംഭവിച്ച് മരിക്കുകയാണെങ്കിൽ അവരുടെ കുടുംബത്തിന് ഒരു 2 ലക്ഷം രൂപ വരെ കൊടുക്കുന്ന സ്കീമാണ് ജീവൻ ജ്യോതി ബീമ യോജന. ഇനി ഇതിൻ്റെ പ്രീമിയം എത്രയാണെന്ന് ചോദിച്ചാൽ 436 രൂപയാണ് ഒരു കൊല്ലത്തേക്ക് നോക്കുക. ഇതിന് GST ബാധകമല്ല. ജൂൺ 1 മുതൽ മെയ് 31 അടുത്ത കൊല്ലം വരെയുള്ള ടൈം പീരിയഡിലാണ് ഇവർക്ക് ഈ സ്കീമിൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളതും കൂടി നോക്കുക. ഇതും ഫിനാൻസ് വകുപ്പാണെന്നും കൂടി നോക്കുക. അടുത്താണ് പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന. ഇതും മെയ് 9 കൊണ്ടുവന്നത് നോക്കുക. കൽക്കട്ടയിൽ വെച്ച് തന്നെയാണ് ഇത് കൊണ്ടുവന്നത്. പിന്നെ ഇത് ഏത് വകുപ്പാന്ന് ചോദിച്ചാൽ ഫിനാൻസ് വകുപ്പ് തന്നെയാണ് കൊണ്ടുവന്നത്. ഇത് നേരത്തെ പദ്ധതിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഇത് ആക്സിഡൻറ്റ് സംഭവിക്കുമ്പോൾ ഇത് ഒരു ആക്സിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഷുറൻസ് ആണ്, അല്ലാണ്ട് ലൈഫ് ഇൻഷുറൻസ് അല്ല. അപ്പോൾ ഇത് 18 മുതൽ 70 വയസ്സുള്ള ആൾക്കാർക്കാണ് ഇത് ഈ സ്കീം കൊണ്ടുള്ള ബെനിഫിറ്റ് കിട്ടുന്നതെന്ന് നോക്കുക. പ്രീമിയം എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ 20 രൂപയാക്കിയിട്ട് മാറ്റിയിട്ടുണ്ടെന്നും കൂടി നോക്കുക. 20
18 മുതൽ 70 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ നിങ്ങൾ ഈ 20 രൂപ വെച്ചിട്ട് ഓരോ കൊല്ലം കൂടുമ്പോൾ അടയ്ക്കുക. ഇനി ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ 2 ലക്ഷം വരെയുള്ള തുക നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ആക്സിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. സോ ഈ പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന എന്ന് പറയുന്ന ഒരു ആക്സിഡൻ്റൽ ഇൻഷുറൻസ് സ്കീമാണെന്ന് നോക്കാം. അടുത്താണ് അമൃത് സ്കീം. ഈ അമൃത് സ്കീം എന്ന് പറയുന്നത് അതിൻ്റെ ഫുൾ ഫോം തന്നെ നമുക്ക് ആദ്യം നോക്കാം. അടൽ മിഷൻ ഫോർ റെജുവിനേഷൻ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, ഈ അർബണുമായിട്ട് അതായത് നമ്മുടെ നഗരപ്രദേശത്തിന് മാറ്റം വരുത്താനും അതിനെ ഉന്നതിയിലേക്ക് മാറ്റാനും വേണ്ടിയിട്ടുള്ള സ്കീമാണിത്, അമൃത് സ്കീം എന്ന് നോക്കുക. പ്രധാനപ്പെട്ട ഒരു 500 സിറ്റീസിനെ ഇതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ വാട്ടർ സപ്ലൈ, അതുപോലെ തന്നെ ഗ്രീനറി, വേസ്റ്റ് റിഡക്ഷൻ, അതേപോലെ തന്നെ പൊല്യൂഷൻ റിഡക്ഷൻ, പിന്നെ പബ്ലിക് ഡിപ്പെൻഡൻസ് കൂട്ടുക, ട്രാൻസ്പോർട്ടേഷൻ യൂസ് കൂട്ടുക എന്നുള്ള ഉദ്ദേശത്തിലൂടെയാണ് ഈ അമൃത് സ്കീം കൊണ്ടുവന്നത് നോക്കുക. ജൂൺ 25-നാണ് ഇത് കൊണ്ടുവന്നതും കൂടി ഓർത്തിരിക്കുക. ഇനി ഈ സ്റ്റേറ്റ് ആനുവൽ ആക്ഷൻ പ്ലാൻ, ഈ അമൃത് പദ്ധതി പ്രകാരം സ്റ്റേറ്റ് ആനുവൽ ആക്ഷൻ പ്ലാൻ നടപ്പാക്കിയ ആദ്യത്തെ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ രാജസ്ഥാനാണെന്നും കൂടി നോക്കാം. ഇത് മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സിൻ്റെ ഭാഗമായിട്ടാണ് ഈ അമൃത് സ്കീം വന്നതും കൂടി നോക്കുക. ഇനി അമൃത് സ്കീമിൻ്റെ രണ്ടാമത്തെ ഒരു വെർഷൻ കൊണ്ടുവന്നിട്ടുണ്ട് ഒക്ടോബർ 1, 2021 മുതൽ. ഇതിനു വേണ്ടിയിട്ട് 2,99,000 കോടി രൂപ മാറ്റി വെച്ചിട്ടുണ്ടെന്നും കൂടി നോക്കാം. അടുത്ത സ്കീമാണ് സ്മാർട്ട് സിറ്റി സ്കീം. ഇതും ജൂൺ 25-ന് കൊണ്ടുവന്ന സ്കീം തന്നെയാണ്. ഇത് ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ഒരു 100 സിറ്റിയെ സ്മാർട്ട് സിറ്റിയാക്കി മാറ്റുക 2015 മുതൽ 20 വരെയുള്ള കാലഘട്ടത്തിൽ. ഇതിനു വേണ്ടിയിട്ട് ഒരു 48,000 കോടി രൂപ 5 കൊല്ലത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതും ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് ആണ് നടപ്പാക്കുന്നത് നോക്കുക. ഈ സ്മാർട്ട് സിറ്റീൻ്റെ ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതെന്നാന്ന് ചോദിച്ചാൽ മാർച്ച് 31. ഓക്കെ, മാർച്ച് 31, 2025. അടുത്ത കൊല്ലം മാർച്ച് 31 വരെയാണ് ഈ സ്മാർട്ട് സിറ്റീൻ്റെ സ്കീം എന്ന് നോക്കുക. ഇത് പ്രധാനമാണ്, കാരണം ഇത് ഇപ്പോൾ ഈ അടുത്താണ് എക്സ്റ്റെൻഡ് ചെയ്തതും കൂടി ഓർത്തിരിക്കുക. അടുത്ത പദ്ധതിയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന. ഇതെല്ലാവർക്കും അറിയുന്നതാണ്, നമ്മുടെ ഇന്ദിരാ ആവാസ് യോജന പോലെ തന്നെ. സോ ഇത് 2015 ജൂൺ 25-ന് കൊണ്ടുവന്നതാണ് പ്രധാനമന്ത്രി ആവാസ് യോജന. പക്ഷേ ഇത് അർബൻ മേഖലയെ ഫോക്കസ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നതെന്ന് നോക്കുക. എല്ലാവർക്കും വീട് കിട്ടുന്ന ലക്ഷ്യത്തോടു കൂടി. സോ ഈ പ്രധാനമന്ത്രി ആവാസ് യോജന 2 ഉണ്ട്. ഒന്ന് അർബണുണ്ട്, ഗ്രാമീണുണ്ട്. ഈ അർബൻ മേഖല നടപ്പാക്കുന്നത് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് മിനിസ്ട്രിയാണ്. ഇതാണ് 2015-ൽ കൊണ്ടുവന്നത്. പിന്നെ ഗ്രാമീൺ, അതായത് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ എന്ന് പറഞ്ഞിട്ടുള്ള നടപ്പാക്കിയെന്ന് മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻ്റ് ആണ്. ഇത് കൊണ്ടുവന്നത് എന്നാന്ന് ചോദിച്ചാൽ ഒരു വർഷം കൂടി കഴിഞ്ഞിട്ട്, അതായത് 1 ഏപ്രിൽ 2016-ലാണ് ഈ പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ നടപ്പാക്കിയതെന്നും കൂടി നോക്കുക. ഇതിൻ്റെ രണ്ടിൻ്റെ ലക്ഷ്യം ഒന്ന് തന്നെയാണ്, വീട് നൽകുക എല്ലാവർക്കും. അത് ഈ അർബൻ മേഖലയിലാണെങ്കിൽ 2015-ലും ഗ്രാമീണ മേഖലയിൽ ഫോക്കസ് ചെയ്തിട്ടാണെങ്കിൽ 2016-ലാണ് കൂടി നോക്കുക. അടുത്താണ് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന. ഇത് ജൂലൈ 1-ാം കൊണ്ടുവന്നത് നോക്കുക. ഓക്കെ, ജൂലൈ 1, 2015-ലാണ് ഇത് കൊണ്ടുവന്നത്. 50,000 കോടി 5 കൊല്ലത്തേക്കാണ് ഇതിൻ്റെ ബഡ്ജറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൻ്റെ ടാഗ് ലൈൻ എന്താണെന്ന് ചോദിച്ചാൽ മോർ ക്രോപ്പ് പെർ ഡ്രോപ്പ്, ഒരു ഡ്രോപ്പിൽ കൂടുതൽ വിളവ് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കൊണ്ടുവന്നത്. മാത്രമല്ല വെള്ളത്തിൻ്റെ ഉപയോഗം കുറയ്ക്കുക, അതിൻ്റെ എഫിഷ്യൻസി കൂട്ടുക. മാത്രമല്ല കൂടുതൽ ഏരിയയിൽ കൃഷി വ്യാപകമാക്കുക എന്നും കൂടിയാണ് ഇതിൻ്റെ ലക്ഷ്യം. ജലശക്തി മിനിസ്ട്രിയാണ് ഇത് നടപ്പാക്കിയതെന്നും കൂടി നോക്കുക. ഇനി ഇതിനൊരു 3 കമ്മിറ്റി ഉണ്ട്. സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റീൻ്റെ ഹെഡ് ആരാന്ന് ചോദിച്ചാൽ സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറി ആണെന്ന് നോക്കുക. ഇനി നാഷണൽ ലെവലിലാണെങ്കിലോ വൈസ് ചെയർമാനാണ്, നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാനാണ് ഇതിൻ്റെ നാഷണൽ ലെവലിൻ്റെ ചെയർമാൻ. ഇനി സ്റ്റിയറിംഗ് കമ്മിറ്റി, നാഷണൽ സ്റ്റിയറിംഗ് കമ്മിറ്റീൻ്റെ ഹെഡ് ആരാന്ന് ചോദിച്ചാൽ പ്രൈം മിനിസ്റ്റർ ആണെന്ന് കൂടി നോക്കുക. അടുത്താണ് ഡിജിറ്റൽ ഇന്ത്യ മിഷൻ. ഇതും ജൂലൈ 1-ാം കൊണ്ടുവന്നത് നോക്കുക. ഓക്കെ, ജൂലൈ 1, 2015-ലാണ് കൊണ്ടുവന്നത്. അതായത് എല്ലാ ഗവൺമെൻറ് സർവീസസും മറ്റേ നമ്മുടെ ഇലക്ട്രോണിക്കലി, അതായത് എല്ലാം ഓൺലൈനായിട്ട് അവൈലബിൾ ആക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഡിജിറ്റൽ ഇന്ത്യ മിഷൻ കൊണ്ടുവന്നത്. ഇനി ഇതിൻ്റെ ടാഗ് ലൈൻ, അതായത് മോട്ടോ എന്താണെന്ന് ചോദിച്ചാൽ പവർ ടു എംപവർ. ഏത് മിനിസ്ട്രിയാന്ന് ചോദിച്ചാൽ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് IT. അടുത്താണ് പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന. ഇത് ജോലിയായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് ഈ കൗശൽ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. ഏത് മിനിസ്ട്രിയാന്ന് ചോദിച്ചാൽ സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻ്റർപ്രണർഷിപ്പ്. ഇതിൻ്റെ വേറൊരു പേരാണ് യൂത്ത് ട്രെയിനിങ് പ്രോഗ്രാം, പ്രധാനമന്ത്രി യൂത്ത് ട്രെയിനിങ് പ്രോഗ്രാം. എന്നാണ് നടപ്പാക്കിയെന്ന് ചോദിച്ചാൽ ജൂലൈ 16, ഓക്കെ, 2015. അടുത്താണ് ഭാരത് മാല പരിയോജന. ഈ ജൂലൈ 31-ാം ഈ സ്കീം കൊണ്ടുവന്നത്. ഇതിൻ്റെ വേറൊരു പേരാണ് ഇന്ത്യ ഗാർലൻഡ് പ്രൊജക്റ്റ്. ഇത് നടപ്പാക്കുന്നത് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേ മിനിസ്ട്രിയാണ് ഇത് നടപ്പാക്കുന്നത് നോക്കുക. ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്താണെന്ന് ചോദിച്ചാൽ ഈ ടണൽ, ബ്രിഡ്ജ്, ഫ്ലൈ ഓവറൊക്കെ നിർമ്മിക്കുക. അതായത് ഈ നമുക്കറിയാം റെയിൽവേ ഗേറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാണ്ടാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ. റെയിൽവേ ഗേറ്റ് മാത്രമല്ല, ടണൽ, ബ്രിഡ്ജ് പോലുള്ള. മാത്രമല്ല ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ടെങ്കിൽ അത് 4 വരിയായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഭാരത് മാല പരിയോജന കൊണ്ടുവന്നത്. മാത്രമല്ല എക്കണോമിക് കോറിഡോർസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു
പദ്ധതിയും കൂടി ഇതിൻ്റെ ഒപ്പം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ കോറിഡോർസ്, അതായത് വ്യവസായ ഇടനാഴി എന്ന് പറയും. നമ്മൾ പ്രധാനപ്പെട്ട വ്യവസായ ഇടനാഴികളെ തമ്മിൽ കണക്ട് ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ ഭാരത് മാല പരിയോജന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൊത്തം 44 എക്കണോമിക് കോറിഡോർസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ കേരളത്തിൽ കണക്ട് ചെയ്യുന്ന 2 ഉണ്ട്. അതാണ് ഒന്ന് EC21, ഓക്കെ, എക്കണോമിക് കോറിഡോർ 21. അത് ട്യൂട്ടിക്കോറിനും തൂത്തുക്കുടിയും പിന്നെ കൊച്ചിയും തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ EC32, അത് ബാംഗ്ലൂരും മലപ്പുറവും തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ളതാണെന്നും കൂടി നോക്കാം. ഈ ഭാരത് മാല പരിയോജന പോലെ തന്നെയാണ് സാഗർമാല പരിയോജന. ഇത് നേരെ മറിച്ച് നമ്മൾ പറഞ്ഞ റോഡ് അതുപോലെ തന്നെ പാലം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഭാരത് മാലയിൽ പറയുന്നത്. എന്നാൽ സാഗർമാല എന്ന് പറഞ്ഞാൽ കടലുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് നമ്മുടെ പോർട്ട്, ഷിപ്പ്, വാട്ടർവേസ് ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുക. മാത്രമല്ല നമ്മുടെ ലോജിസ്റ്റിക്സ്, അതായത് കടലിൽ കൂടെയുള്ള അതിൻ്റെ ചരക്ക് നീക്കവും കാര്യങ്ങളൊക്കെ സുഗമമാക്കുക, ഇതൊക്കെയാണ് ലക്ഷ്യം. മാത്രമല്ല കൂടുതൽ തൊഴിൽ അവസരം ഉണ്ടാക്കുക, പിന്നെ ഡൊമസ്റ്റിക് വാട്ടർവേസ് എഫിഷ്യൻ്റ് ആക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഇത് നടപ്പാക്കുന്ന മിനിസ്ട്രി ഏതാണെന്ന് ചോദിച്ചാൽ മിനിസ്ട്രി ഓഫ് പോർട്ട്, ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസ്. ഓക്കെ, ഇനി ഇതിൻ്റെ മോട്ടോ എന്താണെന്ന് ചോദിച്ചാൽ പോർട്ട് ലെഡ് പ്രോസ്പെരിറ്റി. എന്നാണ് ചോദിച്ചാൽ ജൂലൈ 31-ാം തീയതിയാണ് ഈ സാഗർമാല പദ്ധതി, അതായത് നമ്മുടെ ഭാരത് മാല പദ്ധതിൻ്റെ അതേ സമയത്ത് തന്നെയാണ് സാഗർമാലയും കൊണ്ടുവന്നത് നോക്കാം. ഈ ഡയഗ്രാമിൽ നിങ്ങൾക്ക് കാണാം പോർട്ട് ലെഡ് ഇൻഡസ്ട്രിയലൈസേഷൻ, അതായത് പോർട്ടിൻ്റെ ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ കോസ്റ്റൽ തീര മേഖലേൻ്റെ വികസനം, പിന്നെ കോസ്റ്റൽ ഷിപ്പിംഗ്, പിന്നെ പോർട്ട് മോഡേണൈസേഷൻ, പിന്നെ പോർട്ട് കണക്ടിവിറ്റി, റോഡ് റെയിലും ഒക്കെ ആയിട്ട് ഈ പോർട്ട് കണക്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സാഗർമാല കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് നമ്മുടെ കൊച്ചി പോർട്ട് ഉണ്ടെങ്കിൽ കൊച്ചി പോർട്ട് നമ്മുടെ റെയിലൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുക. സോ നമ്മുടെ ഈ പോർട്ട് വഴി ഉള്ള ചരക്ക് നീക്കമൊക്കെ ഒന്നും കൂടി സുഗമമാക്കുക എന്നുള്ള ലക്ഷ്യത്തോട്. ഇനി നമ്മുടെ ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസിൻ്റെ മിനിസ്റ്റർ ആരാന്ന് ചോദിച്ചാൽ സർബാനന്ദ സോനോവാൾ ആണെന്ന് നോക്കുക. അതേപോലെ തന്നെ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആരാന്ന് ചോദിച്ചാൽ ശാന്താനു താക്കൂർ ആണെന്ന് കൂടി നോക്കാം. അടുത്താണ് ഗോൾഡ് മോണിറ്റൈസേഷൻ സ്കീം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ ഈ വീട്ടിലും ബാങ്കിലൊക്കെ നമ്മൾ ഈ ലോക്കറിൽ നമ്മൾ ഗോൾഡൊക്കെ സൂക്ഷിക്കുന്നുണ്ട്. ആ സൂക്ഷിക്കുന്ന സ്വർണ്ണമായിക്കോട്ടെ അതൊക്കെ നമ്മൾ പ്രൊഡക്റ്റീവ് പർപ്പസിന് ഉപയോഗിക്കുക. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു 2.25% ഇൻട്രസ്റ്റും കൂടി നമുക്ക് ലഭിക്കേണ്ടതെന്ന് നോക്കാം. ഇതാണ് ഈ ഗോൾഡ് മോണിറ്റൈസേഷൻ സ്കീം എന്ന് പറയുന്നത്. ഗോൾഡ് വെറുതെ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കുകയല്ല, അതിനെ നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കുക, അതിന് വരുമാനം കിട്ടുന്ന തരത്തിൽ. അതിന് 2.25% ഇൻട്രസ്റ്റ് കൂടി കൊടുക്കേണ്ടതെന്ന് നോക്കാം. നവംബർ 5-നാണ് ഈ സ്കീം ലോഞ്ച് ചെയ്തതെന്ന് നോക്കുക. ഇതേപോലെ തന്നെയാണ് അടുത്താണ് സോവറിൻ ഗോൾഡ് ബോണ്ട് സ്കീം. ഇത് വേറൊന്നുമല്ല, നമ്മളെ സ്വർണ്ണത്തിൽ നിക്ഷേപിക്കുക, അതിൻ്റെ ഗോൾഡ് ബോണ്ട് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുക. ഇതും നവംബർ 5-നാണ് കൊണ്ടുവന്നത് നോക്കാം. അടുത്താണ് ഉദയ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കീമാണ്, അതായത് ഉജ്വൽ ഡിസ്കോം അഷുറൻസ് യോജന. ഇത് നവംബർ 20-നാണ് കൊണ്ടുവന്നത് നോക്കുക. ഇനി ഈ പവർ ഡിസ്ട്രിബ്യൂഷൻ കമ്പനീസ് ഉണ്ടല്ലോ, ഈ നമ്മുടെ വൈദ്യുതിയൊക്കെ വിതരണം ചെയ്യുന്ന കമ്പനി, അവരുടെ കാര്യക്ഷമത ഉയർത്തുക. അതുപോലെ തന്നെ ഈ നമ്മുടെ ഇലക്ട്രിസിറ്റി വിതരണത്തിൻ്റെ ചെലവ് കുറയ്ക്കുക, ഡിസ്ട്രിബ്യൂഷൻ നഷ്ടങ്ങൾ കുറയ്ക്കുക, അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ എഫിഷ്യൻസി കൂട്ടുക. മാത്രമല്ല നമുക്ക് 24 hours ഇലക്ട്രിസിറ്റി വിതരണം നടപ്പാക്കുക എന്നുള്ള ലക്ഷ്യത്തിലോടുകൂടിയാണ് ഈ ഡിസ്കോം, അതായത് ഉജ്വൽ ഡിസ്കോം അഷുറൻസ് യോജന അല്ലെങ്കിൽ ഉദയ് സ്കീം കൊണ്ടുവന്നത് നോക്കാം. ഏത് മിനിസ്ട്രിയാണെന്ന് ചോദിച്ചാൽ പവർ മിനിസ്ട്രി ആണെന്ന് നോക്കാം. ഇതിൻ്റെ ഒരു ഉദയ് 2 സ്കീം ലോഞ്ച് ചെയ്തിട്ടുണ്ട് 2020-21 കാലഘട്ടത്തിലും കൂടി നോക്കുക. സോ ഉദയ് സ്കീം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, വൈദ്യുതിയായിട്ട് ബന്ധപ്പെട്ടുള്ള തടസ്സം, വിതരണ നഷ്ടമൊക്കെ മാറ്റി അതിൻ്റെ കാര്യക്ഷമത ഒന്നുകൂടി ഉയർത്തുക. എല്ലാവർക്കും 24 hours അല്ലെങ്കിൽ 24/7 പവർ വൈദ്യുതി ഉണ്ടാവുക എന്നും കൂടി ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഉദയ് സ്കീം കൊണ്ടുവന്നത് നോക്കുക. അടുത്തൊരു സ്കീമാണ് അക്സസിബിൾ ഇന്ത്യ ക്യാമ്പയിൻ. ഇത് 2015-ൽ തന്നെയാണ് കൊണ്ടുവന്നത്, ഡിസംബർ 3-ാം തീയതിയാണ് കൊണ്ടുവന്നത് നോക്കുക. ഇനി ഇതിൻ്റെ മോട്ടോ എന്താണെന്ന് ചോദിച്ചാൽ അക്സസിബിൾ ഇന്ത്യ എംപവേർഡ് ഇന്ത്യ. ഓക്കെ, അക്സസിബിൾ ഇന്ത്യ എംപവേർഡ് ഇന്ത്യ. ഇത് വേറൊരു പേരും കൂടിയുണ്ട്, സുഗമ്യ ഭാരത് അഭിയാൻ. ഓക്കെ, സുഗമ്യ ഭാരത് അഭിയാൻ. ഇതുകൊണ്ടുള്ള ലക്ഷ്യം വേറൊന്നുമില്ല, ഈ അംഗപരിമിതമായിട്ടുള്ള വികലാംഗർക്ക് അവർക്ക് നമ്മുടെ സമൂഹത്തിൽ തന്നെ തുല്യ അവസരം കൊണ്ടുവരിക, അതേപോലെ തന്നെ അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക, അവർക്കും നമ്മുടെ സമൂഹത്തിൽ പങ്കെടുക്കാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ അക്സസിബിൾ ഇന്ത്യ ക്യാമ്പയിൻ കൊണ്ടുവന്നത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു പുതിയ ടേമും കൂടി ലോഞ്ച് ചെയ്തിട്ടുണ്ട്, അതാണ് ദിവ്യാഞ്ജൻ എന്ന് പറഞ്ഞിട്ട്. നമുക്ക് ട്രെയിനിലൊക്കെ ഇപ്പോൾ കാണാം, ഡിസേബിൾഡ് എന്ന പേര് മാറ്റിയിട്ട് ദിവ്യാഞ്ജൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ ടേമും കൂടി കൊണ്ടുവന്നിട്ട് നോക്കാം. ഇത് ഏത് മിനിസ്ട്രിയാണെന്ന് ചോദിച്ചാൽ സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർ മിനിസ്ട്രി ആണെന്ന് കൂടി നോക്കാം. സോ പ്രധാനപ്പെട്ട ഒരു 19 സ്കീമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. 2015-ലെ 19 സ്കീം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നമ്മൾ പറഞ്ഞു പ്രധാനപ്പെട്ട ഏത് വർഷമാണ് കൊണ്ടുവന്നത്, ഏത് ഡേ ആണെന്ന് നമ്മൾ നോക്കുക, ഏത് മിനിസ്ട്രി ആണെന്ന് നോക്കുക,
പിന്നെ അതിൻ്റെ പർപ്പസ് അത് നമ്മൾ ഓർത്തിരുന്നാൽ മതി എന്ത് പർപ്പസാണെന്നുള്ളത്. സോ ഈ 3 കവർ ചെയ്താൽ തന്നെ നമുക്ക് സ്കീമുകൾ കവർ ചെയ്യാവുന്നതാണ്. സോ നമ്മുടെ 2014 മേജർ സെൻട്രൽ ഗവൺമെൻറ് സ്കീം നമ്മൾ കവർ ചെയ്തു, 2015 നമ്മൾ കവർ ചെയ്തു. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുത്ത് അവർക്കും കൂടി യൂസ്ഫുൾ ആവുന്ന തരത്തിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി നിങ്ങൾ നോക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.